ഒരിക്കൽ കാട്ടിലെ രാജാവായ സിംഹത്തിന് ഒരു പനി പിടിപെട്ടു. രാവിലെ മുതൽ രാത്രി വരെ ഭയങ്കര ചുമയാണ്. സിംഹരാജാവിന് ഒന്നും കഴിക്കാൻ വയ്യ, അത്രയ്ക്കും അവശനാണ്. സിംഹരാജാവിന് പനി പിടിപെട്ട വിവരം കാട്ടുതീ പോലെ പടർന്നു. ഇത് കേട്ട കാട്ടിലെ മറ്റു മൃഗങ്ങൾ എല്ലാം തന്നെ രാജാവിനെ കാണാൻ എത്തി. തന്നെ കാണാൻ വരുന്നവരെയെല്ലാം സിംഹം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. രാജാവായ തന്നെ കാണാൻ ആരെങ്കിലും വരാതിരുന്നാൽ അത് തന്നോടുള്ള ബഹുമാനക്കുറവാണെന്ന് എന്ന് സിംഹം വിചാരിച്ചു. പക്ഷേ രാജാവിനെ കാണാൻ കുറുക്കൻ മാത്രം വന്നില്ല. ബാക്കി എല്ലാവരും രാജാവിനെ കാണാനെത്തി. കുറുക്കൻ തന്നെ കാണാൻ വന്നില്ല എന്ന കാര്യം സിംഹം ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ രാജാവിന്റെ പനി മാറാനുള്ള മരുന്ന് തയ്യാറാക്കിക്കൊണ്ടിരുന്ന ചെന്നായോട് സിംഹം ചോദിച്ചു. അല്ല, നമ്മുടെ കുറുക്കൻ എവിടെ ചെന്നായേ? അവൻ മാത്രം എന്നെ കാണാൻ വന്നില്ലല്ലോ. ചെന്നായ്ക്ക് കുറുക്കനെ പണ്ടേ ഇഷ്ടമല്ല. ഇവർ തമ്മിൽ ശത്രുക്കളാണ്. കിട്ടിയ അവസരം പാഴാക്കാതെ ചെന്നായ സിംഹത്തിനോട് പറഞ്ഞു. മഹാരാജാവേ, അല്ലെങ്കിലും അവന് ആരോടും ഒരു ബഹുമാനവുമില്ല. അവൻ അവന്റെ കാര്യം മാത്രമേ നോക്കൂ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അവനെ വിളിച്ചതാണ്, അവൻ പിന്നെ വരാമെന്നും പറഞ്ഞു പൊയ്ക്കളഞ്ഞു. ഇത് കേട്ട സിംഹത്തിന് സഹിക്കാൻ പറ്റാത്ത ദേഷ്യം വന്നു. സിംഹം ഉറക്കെ അമറി. കാട് മുഴുവൻ നടുങ്ങി. ഉറക്കെ അമറിയതു കാരണം സിംഹത്തിന് വീണ്ടും പനി കൂടി. പക്ഷേ ഈ സമയത്താണ് കുറുക്കൻ രാജാവിനെ കാണാൻ വരുന്നത്. ചെന്നായ സിംഹത്തിനോട് പറഞ്ഞതെല്ലാം കുറുക്കൻ കേട്ടിരുന്നു. കുറുക്കൻ വലിയ ക്ഷീണം ഭാവിച്ച് രാജാവിന്റെ മുമ്പിൽ ചെന്നു പറഞ്ഞു. അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ രോഗത്തെപ്പറ്റി കേട്ടപ്പോൾ തന്നെ ഞാനൊരു ഡോക്ടറെ അന്വേഷിച്ചു പോയതാണ്. അതുകൊണ്ടാണ് അങ്ങയുടെ അടുത്ത് വരാൻ വൈകിയത്. ഇത് കേട്ട സിംഹത്തിന് വളരെ സന്തോഷമായി. സിംഹത്തിന് കുറുക്കനോട് വലിയ സ്നേഹം തോന്നി. സിംഹം ആദരവോടെ കുറുക്കനോട് ചോദിച്ചു. എന്നിട്ട് ഡോക്ടർ എന്തു പറഞ്ഞു കുറുക്കാ? അല്ലയോ തിരുമേനി, ഡോക്ടർ പറഞ്ഞത് ഒരു ചെന്നായുടെ തോൽ ഉരിഞ്ഞു പുതച്ചാൽ അങ്ങയുടെ രോഗം മാറും. പിന്നീട് ഒരിക്കലും അങ്ങേക്ക് രോഗം വരികയുമില്ല. പക്ഷേ ചെന്നായുടെ തോൽ തന്നെ വേണം പുതയ്ക്കാൻ എന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. ഇത് കേട്ട സിംഹം ഒറ്റച്ചാട്ടത്തിന് ചെന്നായി പിടിച്ച് അടിച്ചു വീഴ്ത്തി. എന്നിട്ട് ചെന്നായുടെ തോൽ ഉരിയാൻ തുടങ്ങി. ഈ സമയം കൊണ്ട് കുറുക്കൻ മെല്ലെ അവിടുന്ന് സ്ഥലം വിട്ടു. കാരണം ചെന്നായുടെ തോൽ പുതച്ചാൽ സിംഹത്തിന്റെ പനി മാറില്ല എന്ന് കുറുക്കന് അറിയാം. സിംഹത്തിന്റെ പനി മാറിയില്ലെങ്കിൽ കുറുക്കനെ സിംഹം കൊല്ലും. അതുകൊണ്ട് കുറുക്കൻ വേറൊരു കാട്ടിലേക്ക് ഓടിപ്പോയി.